നമസ്കാരം. മന്ത്രി ശിവൻകുട്ടി ഇന്നലെ രാജ്ഭവനിൽ പോയി നാടകം കളിച്ച് തിരിച്ചു പോന്നു. തെരഞ്ഞെടുപ്പിന് തലേദിവസം പാർട്ടി സെക്രട്ടറി MV ഗോവിന്ദൻ RSS ബാന്ധവം തുറന്നു സമ്മതിച്ചത് വഴിയുണ്ടായ നഷ്ടം നികത്താൻ വേണ്ടി കൃത്യമായ തിരക്കഥയുമായാണ് ശിവൻകുട്ടി ഇന്നലെ രാജ്ഭവൻ സന്ദർശിച്ചതെന്ന് വ്യക്തം. ലോക പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ച് കേരള സർക്കാരും രാജ്ഭവനും ചേർന്ന് നടത്താൻ തീരുമാനിച്ച ആഘോഷത്തിൽ നിന്നും കൃഷിമന്ത്രി P. പ്രസാദ് പിന്മാറിയത് ഭാരതാംബയുടെ ചിത്രം അവിടെയുണ്ട് എന്ന് മനസ്സിലാക്കിയാണ്. അവിടെ പോകുന്നതിന് മുൻപ് തന്നെ ഭാരതാംബയുടെ ചിത്രമുണ്ടെന്ന് മനസ്സിലാക്കി P. പ്രസാദ് പിന്മാറി. ആ വിവാദം കൊഴുത്തപ്പോൾ ഗവർണർ പ്രഖ്യാപിച്ചത് ഇനി രാജ്ഭവനിലെ എല്ലാ ചടങ്ങിലും ഭാരതാംബയുടെ ചിത്രം ഉണ്ടാകുമെന്നാണ്. അതറിഞ്ഞുകൊണ്ട് തന്നെയാണ് ശിവൻകുട്ടി ഇന്നലെ പരിപാടിയിൽ പങ്കെടുക്കാൻ പോയത്. ആ പരിപാടിക്ക് ഇടയിൽ നിന്നും പ്രോട്ടോകോൾ ലംഘിച്ചുകൊണ്ട് ബഹിഷ്കരിച്ച് പുറത്തേക്ക് വരുമ്പോൾ അത് വാർത്തയാകുമെന്നും അങ്ങനെ BJP വിരുദ്ധ പോരാട്ടത്തിൻ്റെ പോർമുഖമായി CPM മാറുമെന്നും വ്യക്തമായി മനസ്സിലാക്കിക്കൊണ്ട് നാടകത്തിൻ്റെ ഭാഗമായാണ് വാസ്തവത്തിൽ ശിവൻകുട്ടി രാജ്ഭവനിലേക്ക് പോയത്. അതിൻ്റെ ഏറ്റവും വലിയ തെളിവ് ശിവൻകുട്ടിയുടെ പ്രസംഗം തന്നെയാണ്. ഈ ചടങ്ങിൽ ഈ സാരി ഉടുത്തു നിൽക്കുന്ന സ്ത്രീയുടെ ചിത്രം ഞാൻ പ്രതീക്ഷിച്ചില്ല. അതാരാണെന്ന് എനിക്കറിയത്തുമില്ല. അവർ RSS ചടങ്ങിൽ ഉള്ളയാളാണെന്ന് കേട്ടിട്ടുണ്ട്. മോദിയുടെയോ മഹാത്മാഗാന്ധിയുടെ ചിത്രമാണെങ്കിൽ എനിക്ക് കുഴപ്പമില്ലായിരുന്നു. അതുകൊണ്ട് ഞാനത് ഭരണഘടനയെ നെഞ്ചോട് ചേർത്ത് പോകുന്നു എന്ന് പറഞ്ഞായിരുന്നു ശിവൻകുട്ടിയുടെ ഇറങ്ങിപ്പോക്ക്. ബഹുമാനപ്പെട്ട ഗവർണറുടെ ശ്രദ്ധയിൽപ്പെടുത്തുവാനുള്ള കാര്യം, ഇവിടെ നടക്കുന്നത് ഒരു സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെയും ഗവർണറുടെയും സംയുക്താഭിമുഖ്യത്തിലുള്ള ഒരു ഔദ്യോഗിക ചടങ്ങാണ്. ആ ഔദ്യോഗിക ചടങ്ങ് രാജ്ഭവനിലാണ് നടക്കുന്നത്. രാജ്ഭവൻ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയുടെയോ ഏതെങ്കിലും സംഘടനയുടെ ഒരു ആസ്ഥാനമാക്കാൻ വേണ്ടി കഴിയില്ല. എനിക്ക് മനസ്സിലാകുന്നില്ല. ഒരു പടം, ഒരു ചിത്രം ഇവിടെ കാണുന്നുണ്ട്. മഹാത്മാഗാന്ധിയുടെ ചിത്രമോ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ചിത്രമോ അവിടെ വച്ചിരുന്നെങ്കിൽ എനിക്കത് മനസ്സിലാവുമായിരുന്നു. ഇത് അതിന് ഘടകവിരുദ്ധമായി ഒരു ചിത്രം വച്ചിരിക്കുന്നു. എന്തിൻ്റെ ചിത്രമാണ്, ആരുടെ ചിത്രമാണ്, എന്തിനെ പ്രതികരിക്കുമെന്ന് എനിക്കറിയില്ല. ഞാൻ പറയുന്നു, ഇന്ത്യ എൻ്റെ രാജ്യമാണ്. ഭരണഘടനയാണ് രാജ്യത്തിൻ്റെ നട്ടൽ. മറ്റൊരു രാഷ്ട്രസങ്കല്പവും അതിന് മുകളിലല്ല എന്ന് ഞാനിവിടെ കൂട്ടിച്ചേർത്ത് എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരോട് പറയുവാൻ വേണ്ടി ഞാൻ ആഗ്രഹിക്കുന്നു. ബഹുമാനപ്പെട്ട ഗവർണർ, ക്ഷമിക്കണം. എനിക്ക് പല കാരണങ്ങൾ കൊണ്ടും തുറന്നുള്ള ചടങ്ങിലൂടെ ഇരിക്കാൻ വേണ്ടി എനിക്ക് കഴിയില്ല എന്നുള്ള കാര്യം കൂടി ഞാൻ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഞാൻ ഈ ചടങ്ങ് ഇന്ന് വാക്കൗട്ട് നടത്താൻ ഇപ്പോൾ പോവുകയാണ്. ശിവൻകുട്ടിയുടെ നാടകം അപ്പോൾ തന്നെ പൊളിഞ്ഞതിന് കാരണം ആ പ്രസംഗം ശിവൻകുട്ടി നോക്കി വായിച്ചതാണ്. പാർക്കിൻസൺ രോഗബാധിതനായ ശിവൻകുട്ടിക്ക് നാക്കുളുക്കുന്നത് പതിവായതുകൊണ്ട് എല്ലാ പ്രസംഗങ്ങളും ഇപ്പോൾ എഴുതിയാണ് വായിക്കുന്നത്. അതുകൊണ്ട് തന്നെ ശിവൻകുട്ടി ഇങ്ങനെയൊരു സംഭവം പ്രതീക്ഷിച്ച് പ്രസംഗം എഴുതിക്കൊണ്ടുവന്നു എന്ന് പകൽ പോലെ വ്യക്തമായി. പെട്ടെന്നുണ്ടായ വെളിപാടായിരുന്നെങ്കിൽ എങ്ങനെയാണ് പ്രസംഗം എഴുതി വായിക്കുന്നത് എന്ന ചോദ്യത്തിന് ഉത്തരം പറയാൻ ശിവൻകുട്ടിയുടെ ഓഫീസിന് പോലും ഇപ്പോൾ കഴിയുന്നില്ല. തികഞ്ഞ രാഷ്ട്രീയക്കാരനായ ശിവൻകുട്ടി രാഷ്ട്രീയ നാടകം കളിക്കുന്നതിൽ തെറ്റൊന്നുമില്ല. എന്നാൽ രണ്ട് കാര്യങ്ങൾക്ക് ശിവൻകുട്ടി ഉത്തരം പറയണം. ഒന്ന്, അവിടെ സ്കൗട്ട്സ് ആൻഡ് ഗൈഡ്സ് കുട്ടികൾക്ക് സർട്ടിഫിക്കറ്റ് കൊടുക്കുന്ന ചടങ്ങായിരുന്നു. ആ കുട്ടികളുടെ മുമ്പിൽ വെച്ച് നാടകം കളിച്ചത് വഴി എന്തുതരം സന്ദേശമാണ് പുതിയ തലമുറയ്ക്ക് ശിവൻകുട്ടി കൊടുത്തത്? രണ്ട്, ഭാരതാംബ എന്ന് കേട്ടാൽ എന്തിനാണ് ശിവൻകുട്ടി ഇത്രമാത്രം വിരൽ പിടിക്കുന്നത്? മഹാത്മാഗാന്ധിയുടെ ചിത്രം വയ്ക്കുന്നതിൽ കുഴപ്പമില്ല എന്ന് ശിവൻകുട്ടി പറഞ്ഞതിൽ സന്തോഷമുണ്ട്. രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധി ഭാരതാംബയെ ആദരിക്കുകയും ഭാരതാംബയെ പൂജിക്കുന്ന ക്ഷേത്രത്തിന് അനുമതി കൊടുക്കുകയും ചെയ്തു എന്നത് ചരിത്രത്തിൻ്റെ ഭാഗമാണ്. സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ഭാഗം കൂടിയായിരുന്നു ഭാരതമെന്ന നമ്മുടെ മാതൃരാജ്യത്തെ മാതാവായി കരുതിയുള്ള ആഘോഷം. അതുകൊണ്ട് ഭാരതാംബയെ തനിക്ക് അറിയില്ല എന്ന് പറഞ്ഞ് ഭരണഘടന ഉയർത്തിപ്പിടിച്ചുകൊണ്ട് പുറത്തേക്ക് പോകുമ്പോൾ അത് മഹാത്മാഗാന്ധിയെ കൂടി അധിക്ഷേപിക്കുന്നതിനും തുല്യമായി. അപ്പോൾ ഉയർത്തിപ്പിടിക്കുന്ന ഒരേ ഒരു വാദം ഭാരതാംബയുടെ ചിത്രത്തിൽ ത്രിവർണ്ണ പതാകയ്ക്ക് പകരം കാവിക്കൊടി കാണിച്ചുവെന്നാണ്. ഈ കാവിക്കൊടിയോട് എന്തിനാണ് ഇത്രമാത്രം ഭയം? അത് BJPയുടെയോ RSSൻ്റെ കൊടിയാണെങ്കിൽ അതിനെ എതിർക്കുന്നത് മനസ്സിലാക്കാം. എന്നാൽ ഹൈന്ദവ വിശ്വാസത്തിൻ്റെ ഭാഗമായി ഉപയോഗിക്കുന്ന കാവിക്കൊടിയെ എന്തിനാണ് ഇങ്ങനെ ഭയപ്പെടുന്നത്? ക്രൈസ്തവർ വെള്ളക്കൊടിയും മുസ്ലിമുകൾ പച്ചക്കൊടിയും ഉപയോഗിക്കുന്നതിൽ എന്തുകൊണ്ടാണ് പരാതിയില്ലാത്തത്? മുസ്ലിം ലീഗ് എന്ന രാഷ്ട്രീയ പാർട്ടിയുടെ കൊടിയിൽ പച്ച നിറം വന്നതുപോലും മുസ്ലിം സമുദായം ഉപയോഗിക്കുന്ന പച്ചക്കൊടിയുടെ പ്രതീകമായാണ്. കോൺഗ്രസ് എന്ന രാഷ്ട്രീയ പാർട്ടി ത്രിവർണ്ണ പതാക ഉപയോഗിക്കുന്നത് രാജ്യത്തിൻ്റെ ദേശീയ പതാകയിൽ നിന്നാണെന്ന് ഓർക്കണം. അതുപോലെ തന്നെ ഹൈന്ദവ ദർശനത്തിൻ്റെ ഭാഗമാണ് കാവിക്കൊടി. ആ കാവി നിറം BJP അവരുടെ പതാകയിൽ ഉൾപ്പെടുത്തി എന്നതുകൊണ്ട്, അല്ലെങ്കിൽ ആ കാവി നിറം RSSൻ്റെ കൊടിയായി പോയി എന്നതുകൊണ്ട് ഭാരത പാരമ്പര്യത്തിൻ്റെ പ്രതീകമായ ഹൈന്ദവ വിശ്വാസത്തിൻ്റെ പ്രതീകമായ കാവിയെ നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ പുച്ഛിക്കുന്നത്? മറ്റൊരു ചോദ്യത്തിനു കൂടി ശിവൻകുട്ടിയും CPMകാരും ഉത്തരം പറയേണ്ടതുണ്ട്. ഭാരതത്തിലെ ഏറ്റവും മഹനീയമായ ചടങ്ങായി കണക്കാക്കപ്പെടുന്നത്
സംസ്ഥാന മുഖ്യമന്ത്രിമാരും പ്രധാനമന്ത്രിയും സത്യപ്രതിജ്ഞ ചെയ്യുന്നതാണ്. ഭരണഘടനയെ തൊട്ടാണ് അവർക്ക് സത്യപ്രതിജ്ഞ ചെയ്യുന്നത്. ആ ചടങ്ങ് പൂർണ്ണമായും മതേതരമായിരിക്കണം എന്നതാണ് നമ്മുടെ പാരമ്പര്യവും സങ്കല്പവും. എന്നാൽ പലപ്പോഴും അത് പലരും പാലിക്കാറില്ല, പ്രത്യേകിച്ച് വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിൽ. 2023 മാർച്ചിൽ, അതായത് 2 വർഷം മുമ്പ്, മേഘാലയയിലും നാഗാലാൻഡിലും 2 സർക്കാരുകൾ ചുമതലയേറ്റു. മേഘാലയയിൽ കോൺറാഡ് സഗ്മയും നാഗാലാൻഡിൽ റെയ്ഫ്യൂ നിയോയുമാണ് മുഖ്യമന്ത്രിമാരായി സത്യപ്രതിജ്ഞ ചെയ്തത്. ആ ചടങ്ങിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ആഭ്യന്തരമന്ത്രി അമിത്ഷായും ഉണ്ടായിരുന്നു. ആ 2 ചടങ്ങിലും ബൈബിൾ വായിക്കുന്ന ചടങ്ങുണ്ടായിരുന്നു. മാത്രമല്ല, ഒരു മെത്തഡിസ്റ്റ് പാസ്റ്റർ അവിടെ ദൈവവചന പ്രഘോഷണം നടത്തി. കൂടാതെ ഹല്ലേലൂയ ഗായക സംഘത്തിൻ്റെ പാട്ടുമുണ്ടായിരുന്നു. സത്യപ്രതിജ്ഞ ചടങ്ങിൻ്റെ ഭാഗമായാണ് 2023 ഇത് നടന്നത്. അതിന് സാക്ഷിയായി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ആഭ്യന്തരമന്ത്രി അമിത്ഷായും ഉണ്ടായിരുന്നു. 2 പേരും ക്രൈസ്തവ വിശ്വാസികളല്ല, അവർ 2 പേരും ഹൈന്ദവ വിശ്വാസം മുറുകെ പിടിക്കുന്നവരാണ്. മുഖ്യമന്ത്രിമാരുടെ സത്യപ്രതിജ്ഞ ചടങ്ങാണ്, അല്ലാതെ ധ്യാനമോ കൺവെൻഷനോ ഒന്നുമല്ല. എന്നിട്ടും അവർ പ്രതിഷേധിച്ചില്ല, അതിനോട് സഹകരിച്ചു, അതിനോട് യോജിച്ചു, അവിടെ ഇരുന്നു. അതേക്കുറിച്ച് ഒരു വാക്കുപോലും അവർ മോശമായി പറഞ്ഞില്ല. എന്തിനെ മോദിയിലേക്ക് പോകുന്നു? 2018 മിസോറാമിൻ്റെ മുഖ്യമന്ത്രി ചുമതലയേറ്റപ്പോൾ അവിടുത്തെ അന്നത്തെ ഗവർണർ കേരളത്തിലെ BJP നേതാവായ കുമ്മനം രാജശേഖരനായിരുന്നു. സത്യപ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തപ്പോൾ അവിടെയും ഉണ്ടായിരുന്നു ബൈബിൾ വായനയും ഹല്ലേലൂയ ഗായക സംഘവും പാസ്റ്ററുടെ പ്രസംഗവും. വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിലെ മിക്കയിടങ്ങളിലെയും പാരമ്പര്യവും ശീലവുമായി ഇത് മുമ്പോട്ട് കൊണ്ടുപോകുന്നത് കൊണ്ട് ഇവരാരും പ്രതിഷേധിച്ചില്ല, അവരാരും ബഹിഷ്കരിച്ചുമില്ല. എന്ന് മാത്രമല്ല, ശിവൻകുട്ടി അടങ്ങുന്ന CPMകാർ അത് ഭരണഘടനാ വിരുദ്ധമാണെന്ന് പറഞ്ഞുമില്ല. ബൈബിൾ വായനയും പ്രാർത്ഥനയും ഭരണഘടനാ വിരുദ്ധമാണ്, അത് ചെയ്യരുതേ എന്ന് ഒരിക്കൽ പോലും ഇവരാരും പറഞ്ഞില്ല. മാത്രമല്ല, വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളുടെ മഹത്തായ മതേതരത്വത്തെക്കുറിച്ച് ഇവരൊക്കെ വാഴ്ത്തിപ്പാടുകയും ചെയ്തു. 1-2 വർഷങ്ങൾക്ക് മുമ്പ് ലക്ഷദ്വീപ് ഭരണാധികാരി ഒരു ഉത്തരവിറക്കുന്നത് വരെ ലക്ഷദ്വീപിലെ അവധി ദിവസം വെള്ളിയാഴ്ചയായിരുന്നു. രാജ്യത്തെ എല്ലായിടത്തും ഞായറാഴ്ച അവധി ദിവസമാകുമ്പോൾ വെള്ളിയാഴ്ച ദിവസം അവധിയാക്കി ലക്ഷദ്വീപിൽ കൊടുത്തത് അവിടെ മുസ്ലിം ഭൂരിപക്ഷമുള്ളത് കൊണ്ടാണ്. വെള്ളിയാഴ്ച അവധി ഞായറാഴ്ച അവധിയാക്കി മാറ്റിയപ്പോൾ പ്രതിഷേധിച്ചവരിൽ CPMകാരുമുണ്ട്. എന്താണ്, രാജ്യത്ത് എല്ലാവർക്കും ഒരു നിയമം ബാധകമല്ലേ? രാജ്യത്തെ എല്ലാ സംസ്ഥാനങ്ങളിലും ഞായറാഴ്ച അവധിയുള്ളപ്പോൾ മുസ്ലിം ഭൂരിപക്ഷമുള്ളത് കൊണ്ട് മാത്രം ലക്ഷദ്വീപിൽ വെള്ളിയാഴ്ച അവധി വേണം എന്നത് ഭരണഘടനാ വിരുദ്ധമാണ് എന്ന് പറയാൻ എന്തുകൊണ്ടാണ് CPM തയ്യാറാവാതിരുന്നത്? എന്തിനു വേണ്ടിയാണ് ആ മാറ്റത്തിനെതിരെ CPM രംഗത്ത് വന്നത്? ഇത്തരം ഇരട്ടത്താപ്പുകൾക്ക് ഉത്തരം പറഞ്ഞിട്ട് മാത്രമേ ഭാരതാംബയെ അധിക്ഷേപിക്കാവൂ എന്നാണ് ശിവൻകുട്ടിമാരോടും CPMനോടും പറയാനുള്ളത്.